വെള്ളക്കടല വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ 4 മണിച്ചായയുടെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിൽ നിന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വട റെസിപ്പിയാണ് കേട്ടോ. ഈ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കണേ, ഇഷ്ടമാവുമെന്ന് തന്നെ വിചാരിക്കുന്നു. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് അളവിൽ വെള്ളക്കടല ഒരു 6-7 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിർത്തെടുക്കുക. ഇനി മിക്സിയുടെ ജാറിൽ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ തരിതരിപ്പോട് കൂടെ ഒന്ന് ചതച്ചെടുക്കുക. ഒരുപാട് അരഞ്ഞ് പേസ്റ്റ് ആവേണ്ട, ചെറിയ തരികൾ ഉണ്ടാവണം. ഇനി ഇതിലേക്കായിട്ട് ഒരു 6 അല്ലി വെളുത്തുള്ളിയും ഒരു 4-5 വറ്റൽമുളകും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ചെറിയുള്ളി, ഒരു ഇത്തിരി ഇഞ്ചിയും കറിവേപ്പിലയും നല്ല ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 നുള്ളു കായപ്പൊടിയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കുന്ന വറുത്ത പത്തിരിപ്പൊടി ഉണ്ടല്ലോ, അതൊരു 4 ടേബിൾ സ്പൂൺ. അതിൻ്റെ കൂടെ ഒരു ഇത്തിരി മല്ലിയില നല്ല പൊടിയായി മുറിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് കുഴച്ചെടുക്കുക കേട്ടോ. വെള്ളമൊന്നും ചേർക്കേണ്ട, അല്ലാതെ തന്നെ നല്ല വെള്ളമായി ഉണ്ടാവും. ഇതിനി റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഈ ഒരു രീതിയിലാണ് പരത്തിയെടുക്കേണ്ടത്. ഒരുപാട് നമ്മൾ പരിപ്പുവടയ്ക്കൊക്കെ പോലെ അത്രയ്ക്ക് കട്ടി വേണ്ട. കയ്യിൽ ഇത്തിരി വെള്ളം തടവിയിട്ട് ചെറിയൊരു ബോൾ എടുത്തിട്ട് നന്നായിട്ട് അങ്ങ് പരത്തി നല്ല നൈസായി പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് കിട്ടുക. അത്യാവശ്യം ഫ്രൈ ആയി തുടങ്ങുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല കളറൊക്കെ മാറി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കുക. അത് ഇത്ര തന്നെ പണിയുള്ളൂ കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഫ്രൈ ആയി വരുന്ന സമയത്ത് ഒരു സ്പെഷ്യൽ ഫ്ലേവറും ടേസ്റ്റൊക്കെ വരുന്നുണ്ട്. നല്ല ചൂടുള്ള കട്ടൻ ചായയുടെയൊക്കെ കൂടെ ഒരെണ്ണം ഇങ്ങനെ എടുത്ത് കഴിച്ച് കഴിഞ്ഞാൽ ഒരു 2-3 കൂടെ കഴിക്കാനൊക്കെ തോന്നും കേട്ടോ. നമ്മളെപ്പോഴും പരിപ്പൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതല്ല. അപ്പം ഈ ഒരു രീതിയിൽ വെള്ളക്കടല ഉണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചെയ്ത് നോക്കുക, ഇഷ്ടമാകുമെന്ന് തന്നെ വിചാരിക്കുന്നു. പിന്നെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. താങ്ക്